ഹലോ ഗൈസ്, ഞാൻ ഫോട്ടോ ഇങ്ങനെ പുതിയ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ലൈവ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇപ്പം ലൈവ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും കണ്ട ആളാണ്. കാരണം നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ഓരോ എറർ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇപ്പം നമുക്ക് വന്നേക്കുന്നത് നിങ്ങൾക്കറിയാം, ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവിൻ്റെ അകത്ത് സൗണ്ട് മിസ്സായി പോകുന്നു, അതായത് സൗണ്ട് ഇല്ലാണ്ടായി പോകുന്നു. ലൈവ് ചെയ്യുന്ന എല്ലാവർക്കും ആ അനുഭവം എത്തുന്നുണ്ടാവും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും, അതായത് ഒരാൾക്കെന്നല്ല ഏകദേശം പേർക്ക് ഈ ഒരു പ്രശ്നം വരുന്നതാണ്. നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈവിൻ്റെ അകത്ത് സൗണ്ട് ഇല്ലാണ്ടായി പോയിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ലൈവിൻ്റെ അത് സൗണ്ടിലാണെന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ കട്ടാക്കി പോകുന്നു, കട്ടായി രണ്ടാമത് പിന്നെയും പോകുന്ന സമയത്ത് അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നു, അതുവരെ കിട്ടിയതൊക്കെ പോകുന്നു. പിന്നെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്തു, എല്ലാം കയറി ഡിലീറ്റ് ആക്കും. ഇതെല്ലാം എന്തൊക്കെയോ ആയി നോക്കി വെച്ചിട്ട് ഫുള്ള് ഡിലീറ്റ് ആക്കി മൊത്തത്തിൽ കുളവായി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല. കൂടുതൽ ആൾക്കാർ നമ്മളോട് വന്ന് ചോദിക്കുന്നത് എൻ്റെ ചാനൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, എൻ്റെ ചാനൽ എന്താണ് ഇങ്ങനെ, എൻ്റെ ഫോണിന് എന്തെങ്കിലും പ്രശ്നമാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല, അത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഓരോ എററാണ്. യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോരോ എററുകൾ ഓരോ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ യൂട്യൂബിനെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ അത് പരിഹരിക്കാൻ വേണ്ടി യൂട്യൂബ് ശ്രമിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പരിധി വരെ. പിന്നെ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ഫയൽസ് കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ആക്കി ഫോണിൻ്റെ മെമ്മറി എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ആവശ്യമില്ലാത്ത ഫയൽസ് എല്ലാം ഡിലീറ്റ് ആക്കി ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. അതിനുശേഷം യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതാണ് പുതിയ ആപ്ലിക്കേഷൻ കിട്ടും. അതിനുശേഷം ഒന്നും കൂടെ നിങ്ങൾ ലൈവ് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് ഓക്കെ ആയി കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് പിന്നെയും എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രശ്നമാണ്. അതായത് അവരുടെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ള എററാണ്. അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്, നമുക്ക് യൂട്യൂബായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം, യൂട്യൂബായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ചാറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്, നമുക്ക് സൗണ്ട് വരുന്നില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അല്ലാണ്ട് നമ്മൾ ഇവിടെ കിടന്നിട്ട് ഇതിനെ കണ്ട് ഇതിൻ്റെ എന്താ പറയുക ടെൻഷൻ അടിക്കുക, അങ്ങനെ പുറകെ കിടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിന് ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടൻ എന്തെങ്കിലും ചെയ്തു തരാം. ഞാൻ എന്ത് ചെയ്തു തരാനാണ്? എനിക്ക് ചെയ്തു തരാൻ പറ്റിയ കാര്യം, നിങ്ങളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തു തരാം. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് യൂട്യൂബായിട്ട് ചാറ്റ് ചെയ്യാം. പിന്നെ യൂട്യൂബിൻ്റെ ഫോൺ ഫുള്ള് ക്ലിയർ ആക്കിയ ശേഷം യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയേണ്ടത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ഇപ്പം നമ്മളോട് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.